നമസ്കാരം. വി.ഡി. സർക്കാർ അധികാരമേറ്റു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ ഈ സർക്കാരിൻ്റെ ആദ്യത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? നമുക്കൊന്ന് നോക്കിയാലോ. ഇതെൻ്റെ കാഴ്ചപ്പാടിലുള്ളതാണ്. കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് തെറി വിളിക്കാൻ വരേണ്ട, അനുകൂലമായും പ്രതികൂലമായും. അവസാനം വരെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം അറിയിപ്പ് പറയുകയാണ്. ആദ്യം മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ വാർത്താ സമ്മേളനത്തിലെ പ്രഖ്യാപനങ്ങളാണ്. 5 പ്രഖ്യാപനങ്ങൾ, 5 കാര്യങ്ങൾ. 1. KSRTC സൗജന്യ യാത്ര ജൂൺ 15 മുതൽ. 2. വയോജനങ്ങൾക്കുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. 3. ആശമാർക്ക് പ്രത്യേക ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിക്കും. പാചകത്തൊഴിലാളികൾ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ ഓണറേറിയം 1000 രൂപ വെച്ച് കൂട്ടി. 4. നവകേരള സദസ്സിൽ സമരക്കാരെ തിരിച്ചടിച്ച ഗൺമാനെതിരെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആലപ്പുഴയിൽ നടന്ന ഗൺമാൻ്റെ അതിക്രമത്തിനെതിരെ പുനരന്വേഷണം നടത്തും. 5. എല്ലാ ബുധനാഴ്ചയും മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനം ഉണ്ടായിരിക്കും. അതായത് ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള മന്ത്രിസഭാ യോഗാനന്തരമുള്ള പ്രസ് മീറ്റ് ഉണ്ടായിരിക്കും. മാധ്യമങ്ങളെ കാണും എന്ന്. ആദ്യത്തെ 3 സാമ്പത്തിക ഉത്തരവാദിത്വം വരുന്ന പ്രഖ്യാപനങ്ങളാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അവിടെ ഖജനാവിൽ പൂച്ചവെറ്റ് കിടക്കുകയാണ് എന്ന് വി.ഡി. സതീശൻ പറഞ്ഞ അതേ ഖജനാവിൽ നിന്നാണ് പ്രഖ്യാപനങ്ങൾ ആദ്യ ദിവസം തന്നെ നടത്തിയത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ചെറുതാണെങ്കിലും ഇത്ര സിമ്പിളായി കൂട്ടാൻ ആ ഖജനാവിൽ പൂച്ച പണം കൊണ്ടിട്ടിട്ടുണ്ടോ? എന്തായാലും ഒരു 4000 കോടി ബാക്കിയുള്ള ഖജനാവ് എന്നൊക്കെ പറഞ്ഞ ബാലഗോപാലിൻ്റെ കണക്ക് വിശ്വസിക്കേണ്ടി വരും ഈ പ്രഖ്യാപനം കേൾക്കുമ്പോൾ. അതിനെ മറികടക്കാൻ പതിവ് പോലെ ധവളപത്രം, വൈറ്റ് പേപ്പർ എന്ന ഭരണകൂട ഗുണ്ടായിസം അധികം വൈകാതെ വരും എന്നുള്ള ലക്ഷണങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മുഖ്യമന്ത്രിയുടെ ആദ്യ ദിവസത്തെ പറ്റിയാണ്. KSRTC യാത്ര മാനദണ്ഡപ്രകാരമായിരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എല്ലാവർക്കുമല്ല, ആർക്കൊക്കെയെന്ന്, എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് പഠിച്ച് തീരുമാനിച്ചിട്ടാണ് നടപ്പാക്കാൻ പോകുന്നത്. ഡേറ്റ് മാത്രം പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ. സർവപ്രധാനം ഇന്നത്തെ ദിനത്തിൽ ആശമാരുടെ ഓണറേറിയമാണ്. വാക്ക് കൊടുത്താൽ അത് പാലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് 3000 രൂപയാണ് കൂട്ടിയതായി പ്രഖ്യാപിച്ചത്. UDF അനുകൂല മാധ്യമങ്ങൾ സംഭവം ആഘോഷിക്കുന്നുണ്ട്. എന്താണ് വാസ്തവം? 21,000 രൂപയിൽ 1 പൈസ കുറഞ്ഞാൽ സമരം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞ് SUCIയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ്. ഒരുപക്ഷെ ആശമാർക്ക് വേണ്ടിയുള്ള സമരമാണ്. ഒരുപക്ഷെ പിണറായി സർക്കാരിന് ഏറ്റവും വലിയ പേരുദോഷം ഉണ്ടാക്കിയ സംഭവം. എന്നാൽ ആശമാർക്ക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ 9,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ച സർക്കാർ ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരവും അതേ പിണറായി വിജയൻ സർക്കാരാണ്. പക്ഷേ ആ സമരത്തെ കൈകാര്യം ചെയ്തതിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും ഓരോരുത്തർക്ക് തോന്നിയ പോലെ സമരക്കാരോ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം നിലനിൽക്കുമ്പോൾ അസാധാരണമായി SUCI 21,000 രൂപ എന്ന ആവശ്യം ഉന്നയിച്ച് അടിയന്തര സമരം നടത്തി. അതിനുശേഷം മാത്രം, ഈ സമരം ആരംഭിച്ചതിന് ശേഷം മാത്രം മാസങ്ങൾക്കുള്ളിൽ അതേ സർക്കാർ 2000 രൂപ 1000 വെച്ച് കൂട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പോൾ UDF സർക്കാർ വന്നു. അന്ന് സതീശൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായി 3000 രൂപ കൂട്ടി. ആകെ ഓണറേറിയം മാത്രം ഇതോടെ 12,000 രൂപയായി ആശമാർക്ക്. കേന്ദ്ര സർക്കാരിൻ്റെ 3500 ഇൻസെൻറ്റീവും മറ്റ് എക്സ്ട്രാ ജോലികൾക്കുള്ള അധിക പ്രതിഫലവും അടക്കം ഏകദേശം 17,000 രൂപ വരെ ഇപ്പോൾ വോളണ്ടിയേഴ്സായ അവർക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അത് പോരെന്ന് പറഞ്ഞ് സമരം ഇനിയും തുടരും എന്നാണ് സംഘടനാ നേതൃത്വം ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും സംസ്ഥാനം ഏറ്റെടുക്കണം എന്നാണ് ആവശ്യത്തിൻ്റെ അർത്ഥം. അതായത് കേന്ദ്ര സർക്കാർ തൊഴിലാളിയായി അംഗീകരിച്ചാൽ തീരുന്നൊരു പ്രശ്നം, അവരുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്ന ആളുകൾ, ആ പ്രശ്നത്തെ സങ്കീർണമാക്കി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാക്കിയ സമരമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സമരപ്പന്തലിൽ UDFൻ്റെ ആദ്യ ക്യാബിനറ്റിൽ ആവശ്യം നടപ്പാക്കും എന്ന് പറഞ്ഞ വി.ഡി. സതീശൻ അധികാരത്തിൽ വന്ന് ആദ്യം നടപ്പാക്കിയത് 3000 രൂപ വർധന മാത്രം. അതിൻ്റെ സാങ്കേതികത്വം വേറെയും. ഇക്കാര്യത്തിൽ പ്രതികരണവുമായി മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് തന്നെ രംഗത്തെത്തി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആശാപ്രവർത്തകരുടെ ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കണം എന്നും വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകണം എന്നും ആവശ്യപ്പെട്ടാണ് ചില സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളോളം സമരം നടന്നത്. തങ്ങൾ അധികാരത്തിലെത്തിയാൽ ആശമാരുടെ ആവശ്യങ്ങൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ നടപ്പാക്കുമെന്ന് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. എന്നാൽ അധികാരത്തിലെത്തിയതോടെ അദ്ദേഹം കൈക്കൊണ്ട നടപടി മല എലിയെ പ്രസവിച്ചതുപോലെയായി. 3000 രൂപയുടെ വർധനവാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 2 തവണയായി മുൻ സർക്കാർ 2000 രൂപയുടെ വർധനവ് അവരുടെ വേതനത്തിൽ ഇടത് സർക്കാർ വരുത്തിയിരുന്നു. രണ്ടാം പിണറായി സർക്കാർ മാത്രം 3000 രൂപയുടെ ആകെ വർധനവ് അവർക്ക് നൽകി. അംഗനവാടി, പ്രീ പ്രൈമറി, സ്കൂൾ പാചകത്തൊഴിലാളി, കരാർ ജീവനക്കാർ ഇവർക്കൊക്കെ ഇതിനൊപ്പം ഇതേ നിരക്കിൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഒന്നാം പിണറായി സർക്കാർ ചുമതലയേൽക്കുമ്പോൾ 1000 രൂപയായിരുന്ന ആശാപ്രവർത്തകരുടെ ഓണറേറിയം രണ്ടാം പിണറായി സർക്കാർ ചുമതല ഒഴിയുമ്പോൾ 9,000 രൂപയായി വർദ്ധിപ്പിച്ചു. 8,000 രൂപയുടെ ആകെ വർധനവാണ് ഈ കാലത്തുണ്ടായത്. VS അച്യുതാനന്ദൻ സർക്കാർ ചുമതല ഒഴിയുമ്പോൾ 500 രൂപയായിരുന്ന
ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്ന സമരം കേരളം ഇപ്പോഴും മറന്നിട്ടില്ല. 5 വർഷ ഭരണത്തിനൊടുവിൽ 500 രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാർ വർദ്ധിപ്പിച്ചത്. ഇതാണ് വസ്തുത എന്നാണ് അദ്ദേഹം KN ബാലഗോപാൽ മുൻ ധനമന്ത്രി പറയുന്നത്. അപ്പോൾ ആശാ വർക്കർമാരുടെ സ്ഥിതി ഇതാണ്, അവർക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനത്തിൻ്റെ സ്ഥിതി. VD സതീശൻ ആദ്യത്തെ ക്യാബിനറ്റിൽ നടപ്പാക്കും എന്ന് ആശാ വർക്കർമാരുടെ 21,000 എന്ന ആവശ്യത്തിന് മുന്നിൽ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല പൂർണ്ണമായും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ആദ്യത്തേതല്ലേ, തൽക്കാലമല്ലേ എന്നൊക്കെ ഇപ്പോൾ നമുക്ക് പറയാം, ഭരണം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാമെന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി മറ്റൊന്ന്, ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖറിനെയും രാജേന്ദ്ര അർലേക്കറെയും സാക്ഷിയാക്കി VD സർക്കാർ അധികാരമേൽക്കുമ്പോൾ കേരളത്തിൽ ആദ്യമായി സത്യപ്രതിജ്ഞയ്ക്ക് വന്ദേ മാതരത്തിൻ്റെ ഫുൾ വേർഷൻ ആലപിക്കുന്നതിന് സാക്ഷ്യം വഹിച്ചു. കഴിഞ്ഞ സർക്കാർ പ്രധാനമന്ത്രിയോട് ചിരിച്ചാലും പൂച്ചെണ്ട് നൽകിയാലും BJPയുമായുള്ള അന്തർധാര എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോഴുള്ള VD സതീശൻ. എന്നാൽ അവരുടെ ഒരു സുപ്രധാന അജണ്ട കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചയ്ക്കും തർക്കത്തിനും BJPയുടെ അജണ്ട ഇടയാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു എതിർപ്പും ഉയരാതെ അത് നടപ്പാക്കപ്പെട്ടു. പ്രതിപക്ഷത്ത് നിന്ന് MLA മുഹമ്മദ് റിയാസ് സംഘപരിവാർ അജണ്ട ഓർമ്മിപ്പിച്ച് ഈ സാഹചര്യത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായി പൊതുവെ അംഗീകരിക്കുകയും ആലപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് വന്ദേ മാതരത്തിൻ്റെ ആദ്യ 2 ഇരടികളാണ്. വന്ദേ മാതരത്തിന് തുടർന്ന് വരുന്ന ചില ഭാഗങ്ങൾ ചരിത്രപരമായി വിവാദങ്ങൾക്കിടയാക്കിയതും ആശങ്ക ഉയർത്തിയതുമാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യാനന്തര കാലത്തും വിവിധ സംസ്ഥാനങ്ങളിൽ വന്ദേ മാതരം നിർബന്ധമാക്കാനുള്ള ശ്രമങ്ങൾ വിവാദമായിരുന്നു. ചില സംഘടനകളും പൗരാവകാശ പ്രവർത്തകരും ഇതിനെതിരെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തെയും മതനിരപേക്ഷതയെയും ബാധിക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നതാണ്. സുപ്രീം കോടതിയുടെ സമീപകാല നിരീക്ഷണമുണ്ട്. വന്ദേ മാതരം ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയത് ഒരു നിർദ്ദേശം മാത്രമാണ്. അത് നിർബന്ധമല്ലെന്നും അനുസരിക്കാത്തതിന് ഒരു ശിക്ഷാ നടപടിയും ഇല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലോക്ഭവന്റെ ഭാഗത്തു നിന്നും പല നിർദ്ദേശങ്ങളും തിരുത്താൻ കാണിച്ച ഇടപെടൽ വന്ദേ മാതരം മുഴുവനായും ചൊല്ലിയ വിഷയത്തിൽ ഉണ്ടാവണമായിരുന്നു. മതനിരപേക്ഷതയും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ പൊതുബോധത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കാൻ പുതിയ സർക്കാർ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇടത് MLA എന്ന നിലയിൽ സർക്കാരിനെ തുടക്കത്തിലെ കണ്ണടച്ച് എതിർക്കുകയാണ് എന്ന് ഈ നിലപാട് പറഞ്ഞതിൻ്റെ ഭാഗമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ വിഷയത്തിൽ ഭരണഘടന മുറുകെ പിടിച്ച് ഉയർത്തിയ മെറിറ്റിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഭരണം ഉണ്ടാകും, ജനാധിപത്യ മൂല്യം ശക്തിപ്പെടുന്ന പ്രവർത്തനം ഉണ്ടാകും. പുതിയ സർക്കാരിന് അത്തരത്തിലെല്ലാ പിന്തുണയും നൽകും. ആശംസകളും അർപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് പ്രതികരണം അവസാനിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ BJP സർക്കാർ വന്ദേ മാതരം ഫുൾ വേർഷന് വേണ്ടിയിട്ടുള്ള നിയമം നിർമ്മിച്ചു. ഇപ്പോൾ അത് നമ്മുടെ രാജ്യത്ത് നിയമമാണ്. പക്ഷേ അതിനെതിരെ നിരന്തരം പ്രതികരിച്ച ഇന്ത്യ മുന്നണിയുണ്ട്. ഖാർഗെ മുതൽ രാഹുൽ ഗാന്ധി വരെയുണ്ട്. ഒടുവിൽ BJP തന്നെ ബംഗാളിൽ അധികാരത്തിലേറിയപ്പോൾ അവിടുത്തെ വൈകാരിക സാഹചര്യം, സാമൂഹ്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാവണം അവിടെ അത് ആലപിച്ചില്ല. തമിഴ്നാട്ടിൽ അർലേക്കർ തന്നെ ഗവർണറായ തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞയിൽ അത് ആലപിക്കുകയും വിവാദമാവുകയും DMK എതിർക്കുകയും ഒടുവിൽ വിജയ് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തു. ഇതാണ് സാഹചര്യം. പക്ഷേ കേരളത്തിൽ ഒരു പ്രശ്നമില്ലാതെ അത് മുന്നോട്ട് പോയി. VD സതീശൻ സർക്കാർ അതിനെ സമ്പൂർണ്ണമായി സ്വീകരിച്ചു. വേദിയിലിരുന്ന് സതീശനടക്കം ചുണ്ടനക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇനി അടുത്ത കാര്യം, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ രാഷ്ട്രീയമായി അവർക്ക് വലിയ സാധ്യത ആയി മാറിയ ഒരു കാര്യം, ഗൺമാനെതിരെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ ഗൺമാനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതാണ്. ഈ 10 വർഷം തെരുവിൽ സമരത്തിനിറങ്ങിയ യൂത്ത് കോൺഗ്രസിനുള്ള വലിയ വൈകാരികമായ പിന്തുണ, സമരകാരണങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും പോലീസുമായുള്ള ഏറ്റുമുട്ടലുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ തുടർ സമരങ്ങൾക്ക് കാരണമാക്കി. ഇന്ന് സമൂഹത്തിന് മുന്നിൽ പോലീസ് വേഴ്സസ് സമരക്കാർ എന്ന നരേറ്റീവിന് അന്നത്തെ പ്രതിപക്ഷത്തെ സഹായിച്ചത് പിണറായി പോലീസിൻ്റെ ആ ശൈലിയാണ്. അതിനെ വൈകാരിക വേലിയേറ്റത്തിന് ഉപയോഗിക്കുന്നതിൽ പ്രതിപക്ഷം വിജയിക്കുകയും ചെയ്തു. അതിന് കാരണമാകും വിധത്തിൽ പലപ്പോഴും പോലീസ് പെരുമാറി. അങ്ങനെയാണ് പിണറായിയുടെ നവകേരള യാത്രയിൽ പ്രതിഷേധ സമരം ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെയുള്ള സമരത്തെ ഗൺമാൻമാർ നേരിട്ടിറങ്ങി അടിച്ചു. ആ സംഭവം പുനരന്വേഷിക്കുമ്പോൾ സഭയിൽ പ്രതിപക്ഷ നേതാവായി എത്തുന്ന പിണറായി അടക്കം പ്രതിക്കൂട്ടിലാക്കാൻ VD സതീശൻ സർക്കാരിന് കഴിയും. മാത്രമല്ല ആ സമരത്തിലുണ്ടായിരുന്ന AD തോമസ് ഇന്ന് ആലപ്പുഴയിൽ നിന്ന് MLA ആയി സഭയിലെത്തിയിട്ടും ഉണ്ട്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ VD സതീശൻ രാഷ്ട്രീയമായി സ്കോർ ചെയ്തത് ഈ പുനരന്വേഷണ പ്രഖ്യാപനത്തിലാണ്. കോൺഗ്രസ് അണികളെ വൈകാരികമായി കൂടെ നിർത്താൻ ഇതുവഴി കഴിയും. മുൻകാലങ്ങളിലേതുപോലെ രാഷ്ട്രീയമായ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാനും CPMനോട് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാനും ഇതിലൂടെ മുഖ്യമന്ത്രിക്ക് കഴിയും. വന്ദേമാതരം BJPയുമായി ബന്ധപ്പെട്ടാണല്ലോ, CPMനോട് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല എന്ന് പ്രഖ്യാപിക്കാനും ഇതുവഴി കഴിയും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് മാധ്യമ സമീപനം ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിലുള്ളതാണ്.
കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായിയുടെ സമീപനം മാധ്യമങ്ങളോട് വ്യത്യസ്തമായിരുന്നു. സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകി പ്രതികരിക്കാൻ തോന്നുമ്പോൾ മാത്രം പ്രതികരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. മാത്രമല്ല, അദ്ദേഹവും മാധ്യമ പ്രവർത്തനം കേരളത്തിലെ മാധ്യമങ്ങളുമായി പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ഫൈറ്റിൻ്റെ മൂഡിലാണ് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ പ്രത്യേകിച്ചും. എന്നാൽ നാടിനൊരു പ്രതിസന്ധിയുള്ള കാലത്ത് പിണറായി നിരന്തരം സംവദിക്കാൻ മാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നു. കോവിഡിലും പ്രളയത്തിലും വയനാട് ദുരന്തത്തിലും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ മാധ്യമങ്ങൾ തീരുമാനിച്ചാൽ അത് നടക്കില്ല, അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നടക്കില്ല. അതിൻ്റെ ഒരു സംഘർഷം എപ്പോഴുണ്ടായിരുന്നു. അവരുടെ നിരന്തര വാർത്താവേട്ടയ്ക്ക് നിന്നു കൊടുക്കാനില്ല, അല്ലെങ്കിൽ ഓരോന്നിനും പ്രതികരിക്കാനില്ല എന്നതായിരുന്നു മൂപ്പരുടെ സമീപനം. അവസാന കാലമാകുമ്പോഴേക്കും മാധ്യമങ്ങൾ പിണറായിയോട് യുദ്ധപ്രഖ്യാപനം തന്നെ നടത്തിയിരുന്നു. അത് വലിയ ദോഷവും ആ മുന്നണിക്ക് ചെയ്തു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും പിണറായിയുടെ ക്രൗര്യതയും കടുപ്പിച്ച അഹന്തയും തന്നെയാണ് മാധ്യമങ്ങളുടെ മുഖ്യ ചർച്ച. മീഡിയ വൺ മുതൽ ഏഷ്യാനെറ്റ് ന്യൂസ് വരെ വി ഡി സതീശനും പ്രതിപക്ഷത്തിനുമൊപ്പം അവർ അതേ രോഷത്തോടെ പിണറായിക്കെതിരെയും LDFനെതിരെയും നിലകൊണ്ടു. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായും ഇതൊരു സാധ്യതയാണ്. അതുകൊണ്ട് എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗാനന്തരം വാർത്താ സമ്മേളനം നടത്തുമെന്ന പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെതായി ഇന്നുണ്ട്. അതൊരു വലിയ സന്ദേശമാണ്. മാധ്യമങ്ങളെ കൂടെ നിർത്തി മുന്നോട്ട് പോകാനുള്ള അവസരവുമാണ്. അതുകൊണ്ട് തന്നെ കനപ്പെട്ട ചോദ്യങ്ങൾക്കും ഒരു മയം കാണും. വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടോ ആശാപ്രവർത്തകരുടെ സമരപ്പന്തലിൽ നൽകിയ വാഗ്ദാനത്തെക്കുറിച്ചോ ഉള്ള ചോദ്യങ്ങളൊന്നും ആദ്യത്തെ മന്ത്രിസഭ പ്രസ് മീറ്റാണെങ്കിൽ പോലും അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. മുഖ്യമന്ത്രി അധികം അങ്ങനെ പ്രതിരോധത്തിലാകാൻ ചാൻസ് ഇല്ല ഈ സാഹചര്യത്തിൽ, ഈ പ്രഖ്യാപനത്തിലൂടെ എന്നുള്ളതാണ് പ്രധാന കാര്യം. പ്രതിപക്ഷത്തെ നേരിടുന്നത് നേരത്തെ ഭരണപക്ഷത്തുണ്ടാകുമ്പോൾ നേരിട്ടതുപോലെ തന്നെ ഒരു ഷിഫ്റ്റ്, ഭരണപക്ഷത്തേക്ക് മാധ്യമങ്ങളുടെ ഒരു ഷിഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ഇതിനിടയിൽ ലത്തീൻ സഭയുടെ അനിഷ്ടം തീർക്കാൻ നേരിട്ട് മുഖ്യമന്ത്രി ബിഷപ്പ് ഹൗസിൽ പോയതും ആദ്യ ദിവസം തന്നെ. മത സാമുദായിക നേതാക്കളുടെ തിണ്ണം നിരങ്ങുന്നതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതും ഇതേ മുഖ്യമന്ത്രി തന്നെയായിരുന്നു. എന്തായാലും മന്ത്രിസഭ രൂപവൽക്കരണത്തിലടക്കം കാണിച്ച ഈ നയതന്ത്ര സമീപനം ഇനിയും തുടരുമെന്നുള്ള സൂചനയാണ് ആദ്യ ദിവസം നൽകുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഏറിയും കുറഞ്ഞും രാഷ്ട്രീയമായി മേൽക്കൈ നേടിയ ദിനമാണ് വി ഡി സതീശന് എന്നുറപ്പിക്കാം. ഇനി അങ്ങോട്ട് നൽകിയ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും നടപ്പാക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം. ആശംസകൾ. നന്ദി, നമസ്കാരം.